അധിക്ഷേപം മാത്രമല്ല, പെൺകുട്ടികളെ ഉപദ്രവിക്കാൻ ആൺകുട്ടികൾക്ക് നിർദ്ദേശം നൽകുക, വിദ്യാർത്ഥികളുടെ കുടുംബത്തിലെ വരുമാനം ഉൾപ്പെടെ പരാമർശിച്ച് വേർതിരിവ് കാണിക്കും. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ പൊന്നു മക്കളെ, ഒരുത്തന്റെ പുകയും കണ്ടു ഇനിയിപ്പോഴും എന്ന് പറഞ്ഞ് അവനെ പിടിച്ചിട്ട് നിങ്ങൾക്ക് ലോൺ ആപ്പ് ഉണ്ടാക്കണം, മറ്റേതുണ്ടാക്കണം. എന്തൊരു അവസ്ഥയാണ് ഇത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഏതെങ്കിലും ഒരുത്തം വന്ന് ലോൺ എടുത്തു എന്ന് വിചാരിച്ചിട്ട് ടീച്ചർമാരെയാണോ വിളിക്കുന്നത്? അല്ല, ഏത് തരത്തിൽ അങ്ങനെ വിളിക്കല്? ഇനിയിപ്പോ വിളിച്ചു എന്ന് കരുതിയാൽ തന്നെ എന്ന് പറഞ്ഞാൽ ചെറുക്കനോട് ചോദിക്കുക, ഇല്ലെങ്കിൽ ചെറുക്കന്റെ വീട്ടിൽ അറിയിക്കുക, ഇതുപോലെ ലോൺ ആപ്പെന്ന് എന്നെ വിളിക്കുന്നുണ്ട്, എന്താന്ന് പ്രശ്നം എന്ന് ചോദിക്കുക. അല്ലാതെ എന്ന് പറഞ്ഞ് അവനെ കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിവുണ്ട്, അതുപോലെ തന്നെ എന്തൊക്കെ പറയാൻ പറ്റും അതൊക്കെ പറയാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കറ. ഇന്നലെ മുതൽ എന്ന് പറഞ്ഞാൽ ആ ചെറുക്കനെ മോശക്കാരനാക്കാൻ വേണ്ടിയിട്ട് ഇവരെല്ലാം ശ്രമിക്കുന്നത്. ആ ചെറുക്കൻ എങ്ങനെയെങ്കിലും ഇപ്പോൾ ലോൺ ആപ്പിന്റെ ആ ഭീഷണി കൊണ്ടാണ് അവൻ മരിച്ചത് എന്നാക്കണം. ഇവിടെയുള്ള റാമിനെയും സംഗീതയൊക്കെ രക്ഷിക്കണ്ടേ? സംഗീത റാമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടും ക്രിമിനലുകളാണ്. ഇവറ്റകൾ എന്ന് പറഞ്ഞ് എന്നാ അറിയാം, പാവപ്പെട്ടവന്റെ മാംസം ഭക്ഷിക്കുന്ന ടീമാണ്. പാവപ്പെട്ടവനെ കാണുമ്പോൾ ഇവറ്റകൾക്ക് ഒരു വെറിയുണ്ട്. അതായത് ഓന്റെ ദാരിദ്ര്യവും കഷ്ടപ്പാടൊക്കെ ചൊരണ്ടി വിടുന്ന ഒരു പരിപാടി. ഇവറ്റകളുടെ വീട്ടിൽ നല്ലോണം തിന്നാനുണ്ടായിരുന്നു. നല്ലോണം തിന്നാൻ അപ്പൂപ്പന്മാർ മുതൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പൈസക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. പാവങ്ങളെ കാണുമ്പോൾ ലോൻ അനുഭവിക്കുന്നത് കാണുമ്പോൾ ഇങ്ങനെ ചിരിക്കുന്ന ചില ടീമുകളിലെ അതാണ് ഈ സംഗീത എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ, അതുപോലെ തന്നെ കുലസ്ത്രൻ ഈ റാമും, ഈ രണ്ടും അതാണ്. അതിന്റെ ബേക്കിലൊരു എന്തോ ഒരു ജാതിവാലും ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇവറ്റകൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാരാണ്. അതായത് ഈ കഷ്ടപ്പെടുന്ന ഈ മനുഷ്യന്മാരെ ഇവറ്റകളൊക്കെ പുഴുവിനെ പോലെയാണ് കാണുന്നത്. അത്രമാത്രം ഭയങ്കരമായ അലർജിയാണ് ഇവർക്ക്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവർ ബസ്സിലൊന്നും കയറൂല, എന്നുവെച്ചാൽ മറ്റുള്ളവരെ മുട്ടിയാലോ എന്ന് കരുതിയിട്ട്. അതുപോലെ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ വെളിയിൽ നിർത്തുക. ഇങ്ങനെയുള്ള ടീമുകളാണ്, ഇതേ ടീമുകളാണ് ഈ രണ്ട് ടീമും. മനസ്സിലായി? അതുകൊണ്ട് പാവങ്ങളുടെ ആ ഒരു കാര്യങ്ങളും കഷ്ടപ്പാടും, അയ്യോ അവരെങ്ങനെയാ വരുന്നത്, നിന്റെ അച്ഛൻ കൂലിപ്പണി എടുത്തിട്ട് അതിന് ആ ഒരു കൂലിപ്പണിക്കാരൻ, നീയൊക്കെ അഷ്ടിക വകയില്ലാതവൻ, നീയൊക്കെ എന്തിനാടാ പഠിക്കുന്നത് എന്നുള്ള തരത്തിൽ മാനസികപരമായിട്ട് തളർത്തുക. അതുപോലെ തന്നെ ഈ റാം എന്ന് പറയുന്നവനെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുതരമായ ആരോപണമാണ് വരുന്നത്. അതായത് ഇവറ്റകൾ രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും ആ ഒരു കോളേജിൽ വച്ചുകൊണ്ടിരിക്കരുത്, എത്രയും പെട്ടെന്ന് പുറത്താക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഒരു നിമിഷം പോലും ഇവറ്റകളെ നിർത്തിക്കരുത്. നമ്മുടെ നാട്ടിലുള്ള വിദ്യാർത്ഥിനികൾ ഇനി എന്ത് സംഘടന ഉണ്ടെങ്കിലും ശരി, ഇവർ പഠിച്ചു വരുമ്പോഴേക്ക് ഒരുപാട് കാര്യങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതായത് എതിർത്തൊന്നും പറഞ്ഞുകൂടാ, പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ മാർക്ക് ഓർക്കുക, തോപ്പിക്കുക, ഭീഷണിപ്പെടുത്തുക, ഇമാതിരി നാണം കെട്ട പരിപാടിയാണ് ഈ നാട്ടിൽ നടക്കുന്നതാണെന്ന്. ഇതിനെതിരെ ശബ്ദമാകാൻ വേണ്ടിയിട്ട് ഒരാളുമില്ല, ഒരു സംഘടനകളും ഇല്ല, ഒരു മണ്ണാങ്കട്ടകളും ഇല്ല. എന്താ കാരണം എന്നറിയാം? ഈ സംഘടനയിലുള്ള നേതാക്കന്മാരനെ എന്ന് പറഞ്ഞാൽ ഇതിന് ഇരകളാണ്. അവർക്കും പേടിയാണ്, ഇനി എന്തെങ്കിലും മിണ്ടിപ്പോയി കഴിഞ്ഞാൽ അവരെ തെരഞ്ഞു പിടിക്കുവാന്ന്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ രക്തസാക്ഷി ആയി കഴിഞ്ഞാൽ അതിന്റെ ചുവടും പിടിച്ചു വരും. ഇപ്പോഴും കേൾക്കുന്നില്ല എന്തൊക്കെ വൃത്തികേടാ ഈ റാം എന്ന് പറയുന്ന മല അവനെ കൊണ്ട് കേൾക്കുന്നത്. ഇമാതിരി തൊട്ടികളെയാണോ ഇവിടെ പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ട് അധ്യാപകരെ എന്ന് പറഞ്ഞു വിടുന്നത്. ഇവറ്റകളൊക്കെ എന്ന് പറഞ്ഞാൽ തോട്ടിപ്പണി എടുക്കാൻ പറഞ്ഞാന്ന്. ഇവറ്റകൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ തോട്ടിപ്പണിയാ നല്ലത്. ഈ റാം സംഗീതമൊക്കെ ഇല്ലേ, തോട്ടിപ്പണിക്ക് പോകണമായിരുന്നു, അതാ നല്ലത്. ഇവറ്റകളെയാണോ പഠിപ്പിക്കാൻ വിടുന്നത്? നാണം കെട്ട വർഗങ്ങള്, കഷ്ടം തന്നെ. എന്നിട്ട് ആ ചെറുക്കൻ അങ്ങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറുക്കൻ ലോൺ എടുത്ത് ജോലി അടിക്കലാണ്. ഒരു മിനിറ്റ്. കഴിയേണ്ട ഗതികേടാണെന്നും വിദ്യാർത്ഥികൾ തുറന്നു പറഞ്ഞു. ഒന്നാം വർഷ BDJS വിദ്യാർത്ഥി RL നിതിൻ രാജ് കെട്ടിടത്തിൽ നിന്നും ചാടി മരിച്ചതിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടയിലാണ് വിദ്യാർത്ഥികളെ തുറന്നു പറച്ചിൽ. മരിക്കുന്നതിന് മുൻപ് നിതിൻ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ് സഹപാഠികളുടെ വെളിപ്പെടുത്തൽ. നിതിന്റെ മരണത്തിൽ ഉത്തരവാദിത്വം ലോൺ ആപ്പിന്റെ സമ്മർദ്ദത്തിലേക്ക് ചുരുക്കാൻ പോലീസ് നീക്കം എന്ന ആക്ഷേപം കുടുംബം ഉന്നയിച്ചതിന് തൊട്ടു പിന്നാലെയാണ് സഹപാഠികൾ കാര്യങ്ങൾ തുറന്നു പറയുന്നത്. നമ്മളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനെയും കളർ വെച്ച് പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരൻ സ്റ്റുഡൻസിനെ പറയുന്നത് ഫാറ്റി, തിൻ, ലീൻ, കോക്രോച്ച്, അതല്ലാതെ ബോഡി ഷെയ്മിങ് ഒരു പ്രശ്നമാണെന്ന് പോലും പുള്ളിക്ക് അറിയില്ല. ബൈ ദ ടൈം നമ്മൾ ഫൈനൽ ഇയർ എത്തിയപ്പോൾ, തേർഡ് ഇയർ ആയിരുന്നു പുള്ളിക്കാരൻ്റെ ക്ലാസ്, തേർഡ് ഇയർ എത്തിയപ്പോൾ നമുക്കിത് നോർമലൈസ്ഡ് പോലെയായി. കോളേജിലെ അനാട്ടമി വിഭാഗം മേധാവി ഡോക്ടർ MK റാമിനെതിരെയാണ് വിദ്യാർത്ഥികൾ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞത്. അധിക്ഷേപം മാത്രമല്ല, പെൺകുട്ടികളെ ഉപദ്രവിക്കാൻ ആൺകുട്ടികൾക്ക് നിർദ്ദേശം നൽകുക, വിദ്യാർത്ഥികളുടെ കുടുംബത്തിലെ വരുമാനം ഉൾപ്പെടെ പരാമർശിച്ച് വേർതിരിവ് കാണിക്കുക, ഇതെല്ലാം ഈ അധ്യാപകന്റെ പതിവ് രീതികളാണ്. അത് ബോഡി ഷേമിങ് ചെയ്യുന്നതുണ്ട്, കളർ വെച്ച് പറയുന്നതുണ്ട്, പിന്നെ ഏത് റിലീജിയൻ ചോദിക്കുന്ന ഒരു സംഭവമുണ്ട്, പേരൻസിന്റെ ഇൻകം, അവരുടെ ജോലി, അങ്ങനെ പറ്റി ചോദിക്കുന്നൊരിതുണ്ട്. മകൻ അനുഭവിച്ച കാര്യങ്ങളാണ് വിദ്യാർത്ഥികൾ തുറന്നു പറഞ്ഞതെന്ന് നിതിൻ രാജിന്റെ പിതാവ് രാജൻ. കൂടുതൽ അധ്യാപകർക്കും മകന്റെ മരണത്തിൽ പങ്കുണ്ടെന്നും കുടുംബം. ഇപ്പോഴെങ്കിലും ഒരു കുട്ടിക്കെങ്കിലും മുന്നോട്ട് വരാൻ നിതിൻ മുഖാന്തരം കഴിഞ്ഞല്ലോ
ഇത്രയും നാൾ കഴിഞ്ഞില്ലായിരുന്നു. കാരണം എല്ലാവരും ഭീഷണിയിലായിരുന്നു. കാരണം എല്ലാവർക്കും ഡോക്ടറായി പുറത്തു വരാൻ പറ്റൂല. അവരെ സർട്ടിഫിക്കറ്റ് എല്ലാം അവിടെ പിടിച്ചു വയ്ക്കും, അവിടെ ആയിപ്പോവും. നിതിൻ രാജിന്റെ മരണത്തിൽ ഇന്ന് ക്ലാസുകൾ ബഹിഷ്കരിച്ച് വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു. നിതിൻ രാജ് മരിച്ച് 3 ദിവസം കഴിഞ്ഞു. ഇതാണോ കണ്ണൂര്? ഒരു പാവപ്പെട്ട വിദ്യാർത്ഥി ഒരുത്തം മരിച്ചിട്ട് 3 ദിവസമായിട്ട് അനുശോചന യോഗമില്ല. ഒരു വിദ്യാർത്ഥി പോലും ഒന്നും പറയുന്നില്ല. ഏതായാലും ഇപ്പൊ 2 പേർക്കെങ്കിലും ധൈര്യം വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ കണ്ടോ, ഇവരെ ഈ 2 വിദ്യാർത്ഥികളെ എന്ന് പറഞ്ഞാൽ ഇവര് ഇക്ഷ ഇമ്മ ഇഞ്ഞ വരപ്പിക്കുവാണെന്ന്. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. എന്റെ അഭിപ്രായം, എന്റെ പൊന്നു മക്കളെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒന്ന് പറഞ്ഞാൽ മതി. ഇവിടെ വേറെ ആൾക്കാരുണ്ടായിരുന്നു. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒന്ന് പറഞ്ഞാൽ മതി. റാമിന്റെ വന്നു കഴിഞ്ഞാലും ശരി, വെറുതെ വിടൂലാർന്ന്. എന്തൊരു വൃത്തികെട്ടവനാണ് ഇവൻ. അതായത് പെൺകുട്ടികളെ കൊണ്ട് ആണുങ്ങളെ കൊണ്ട് പെൺകുട്ടികളെ ഉപദ്രവിക്കാൻ പറയാ. ഇവൻ എത്രമാത്രം സൈക്കോ ആണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇവൻ അധ്യാപകനല്ല, ഇവൻ സൈക്കോ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ എന്തെങ്കിലും കുറ്റകൃത്യത്തിൽ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് നമുക്ക് അന്വേഷിക്കേണ്ടി വരും. അമ്മാതിരി തൊട്ടിയാണ് ഇവനൊക്കെ. അതായത് ഒരു അധ്യാപകൻ എന്നൊന്നും ഇവനെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ മുതൽ എന്ന് പറഞ്ഞാൽ ലോൺ ആപ്പിന്റെ കാര്യവും പറഞ്ഞു വരുന്നത്. അതായത് ലോൺ ആപ്പിൽ കൂടി എന്നെ വിളിച്ചോന്നോ, എന്നെ ഭീഷണിപ്പെടുത്തുന്നോ. ഈ ചെറുക്കൻ പോയിട്ട് വീട്ടിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഈ ചെറുക്കനെ വിളിക്കുന്ന പേരുകള്, അതുപോലെ തന്നെ ചെറുക്കനോടുള്ള അധിക്ഷേപങ്ങള് എല്ലാം നിതിൻ രാജ് എന്ന് പറയുന്ന പയ്യൻ പോയിട്ട് വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞ് അതിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ചർച്ച ചെയ്യുമ്പോഴാണ് ലോൺ ആപ്പിൽ കൂടി ചെറുക്കന് ഭീഷണി. എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താണല്ലോ, എങ്ങനെയെങ്കിലും ഇവറ്റകൾക്ക് പേരിൽ കേസില്ലാണ്ടാക്കാണല്ലോ. 2 ഒളിവിലാണ്. അതായത് വീട്ടുകാർ ശരിക്കും പറഞ്ഞ നാണം കെട്ട് ഇവറ്റകളെ മക്കളും അതുപോലെ തന്നെ ഇവറ്റകളെയൊക്കെ മക്കളുണ്ടാവും, മക്കളുണ്ടാവും, മരുമകളുണ്ടാവും. ഇവരൊക്കെ നാണം കെട്ട് ജീവിക്കുകയാണ്. ഇപ്പോൾ നാണം കെട്ടി ജീവിക്കുകയാണ്. സ്വന്തം അച്ഛനെയും അമ്മേനെയും ഓർത്തിട്ട് അഭിമാനം കൊള്ളേണ്ട മക്കൾ നാണം കെട്ടി ജീവിക്കുകയാണ്. സംഗീത എന്ന് പറയുന്നവന്, റാമു എന്ന് പറയുന്നവന്റെ കുടുംബം നാണം കെട്ടി അർമാദിക്കണമായിരുന്നു. അതാ വേണ്ടത്. നാണം കെട്ടി ജീവിക്കണം ഇവറ്റകള്. ഇപ്പോഴും നാണക്കേടിന്റെ പടുകുഴിയിലാണ് ഇവറ്റകളുള്ളത്. ഇവറ്റകളുടെ കുടുംബം വരെ അനുഭവിക്കണം. അതേ ഉള്ളൂ. അത്രമാത്രം നീചനാണ് ഇവനൊക്കെയാണ്. ഇവന്റെ 7 തലമുറ ഈ ശാപം കൊണ്ടുപോകണമായിരുന്നു. എമ്മാതിരി തൊട്ടിത്തരായി ഇവൻ എടുത്തിരിക്കുന്നത്. കാസ്റ്റ് ഇത് കേൾക്കുമ്പോൾ ഇല്ലേ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാടാണോ, കണ്ണൂരാണോ ഇല്ലെങ്കിൽ കേരളമാണോ തോന്നിപ്പോകുന്നത്. ഇവിടെ ഇത്രയൊക്കെ ഭയങ്കരമായിട്ട് നമ്മളൊക്കെ പ്രഹസനത്തോടു കൂടി നമ്മൾ വലിയ മറ്റേമാരാണെന്നൊക്കെ പറയുന്ന സ്ഥലത്ത് ഇമാതിരി തൊട്ടിത്തരം നടന്നിട്ട് നമ്മൾ ആരും അറിഞ്ഞിട്ടില്ലെങ്കിൽ അത് നമ്മൾ ഏറ്റവും വലിയ ഒരു പരാജയം തന്നെയാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറൊരു കാര്യം ആലോചിക്കുക. ഇതെന്തുകൊണ്ടാണ് മിണ്ടാത്തതെന്നറിയാം? ഭയന്നിട്ടാണ്. അതായത് ഈ കുട്ടിയുടെ വീട്ടിലേക്ക് പോകാൻ വരെ ഇന്നലെ ഒരാളെ പോലും വിട്ടില്ല ഇവര്. കാരണം എന്താ, ഒരാളും പോകാൻ പാടില്ല. പോയി കഴിഞ്ഞാൽ പിന്നെ അവൻ ഡോക്ടർ ആവൂല. ഇതാ ഇവരെ ഭീഷണി. എന്ത് സംഗതി പഠിക്കാൻ പോയി കഴിഞ്ഞാലും ഇവറ്റകളുടെ ഭീഷണി ഇതാണ്. കാരണം വെച്ചാൽ പോയി കഴിഞ്ഞാൽ പിന്നെ നീ ഡോക്ടർ ആവൂല. ഇവർക്ക് ഒന്നാമത് എന്ന് പറഞ്ഞാൽ അസൂയാണ്. അസൂയും കുശുമ്പും കൊണ്ട് ഈ 2 എണ്ണത്തിന് കണ്ണ് കാണാതായിട്ടാണ് ഉള്ളത്. ഇവറ്റകളെ ഇനിയും പല പരിപാടികളുണ്ടോ എന്നാണ് അന്വേഷിച്ചാൽ മനസ്സിലാകും. ചിലപ്പോൾ പെമ്പിള്ളേർക്കൊന്നും പറയാൻ കഴിയാതെ വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ, അതുവരെ അന്വേഷിക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇപ്പൊ ഈ ചെറുക്കനെ അങ്ങ് കടക്കാരനാക്കണം. ചെറുക്കൻ ലക്ഷങ്ങൾ വാങ്ങിച്ചങ്ങ് മുങ്ങി ചെറുക്കാൻ മറ്റേ ഇതാക്കി പാവപ്പെട്ടവനൊരു 14,000 രൂപ വാങ്ങിച്ചോന്നാ പറയുന്നത്. അതെന്നാൽ ലോൺ ആപ്പ് എന്ന് പറയുന്ന സംഭവത്തിൽ നമ്മളറിയാലോ ഗതികേട് കൊണ്ടെടുക്കുന്നതാണ്. അല്ലാതെ വേറെ ഒന്നും അല്ല. നമുക്ക് ഒരു ബാങ്കിൽ പോയി കഴിഞ്ഞാൽ സിവിൽ സ്കോർ വേണം, ജോലി വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നൂലാമാലകളുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോഴൊന്ന് പറഞ്ഞ് എന്താ ചെയ്യുക, ഒന്നും പണയം വെക്കാനും ഇല്ല, സിവിൽ സ്കോറും ഇല്ല, സ്വന്തമായിട്ട് വീടും ഇല്ല. നമ്മളെന്താ ചെയ്യുക, വില എടുത്തങ്ങ് കിട്ടുമോ നോക്കുവായിരുന്നു. ഇനിയിപ്പോൾ എന്നെ പണയം വെച്ചിട്ടായാലും കുറച്ച് പൈസ എൻ്റെ അമ്മേനെ രക്ഷിക്കാനാ. അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ എത്ര വില തെറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല. അതിൻ്റെ പേരിലൊന്നല്ല ചെറുക്കൻ മരിച്ചിരിക്കുന്നത്. ചെറുക്കൻ മരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവരുടെ അധിക്ഷേപങ്ങൾ കൊണ്ട് തന്നെയാണ്, ഇവരുടെ വീർപ്പുമുട്ടികൾ. കാരണം പല കുടുംബങ്ങളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പാടുണ്ടാവുകയെ. ആ കഷ്ടപ്പാടൊക്കെ താണ്ടിയിട്ടാണ് പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാൻ വരുന്നത്. അപ്പൊ ഇവിടുന്നും ഇതുപോലെ ടോർച്ചർ ആണെങ്കിൽ പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കറാ. ഇതിനെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കൾ രംഗത്തിറങ്ങണം. ഈ ഇങ്ങനെയുള്ള ഇവറ്റകളെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചത്ത് കൊണ്ടുവന്നിട്ടില്ല. എന്താ ചെയ്യേണ്ടതെന്നറിയാം. അതന്നെയാണ് എല്ലാ മാതാപിതാക്കളും വരണം. എല്ലാ മാതാപിതാക്കളും ഒറ്റക്കെട്ടായിരിക്കണം. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾക്ക് ഒരു ഗ്രൂപ്പ് തന്നെ വേണമായിരുന്നു. തങ്ങളുടെ മക്കൾ എല്ലാവരും പഠിക്കുന്ന സ്ഥലത്ത് ഒരു ഗ്രൂപ്പ് തന്നെ വേണം. അതിലൂടെ എന്ന് പറഞ്ഞ് ഞങ്ങളെ മക്കൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. അതാ വേണ്ടത്. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ. കഷ്ടം തന്നെയായിരുന്നു. അയ്യ